സങ്കീർത്തനങ്ങൾ 33 അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. സൃഷ്ടാവും പരിപാലകനുമായ ദൈവം, നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ. സ്തോത്രം ആലപിക്കുന്നത് നീതിമാന്മാർക്ക് യുക്തമാണല്ലോ. കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ. 10 കമ്പിയുള്ള വീണമീട്ടി അവിടത്തേക്ക് കീർത്തനമാലപിക്കുവിൻ. കർത്താവിനൊരു പുതിയ കീർത്തനമാലപിക്കുവിൻ. ഉച്ചത്തിൽ ആർപ്പുവിളികളോടെ വിദഗ്ധമായി തന്ത്രി മീട്ടുവിൻ. കർത്താവിൻ്റെ വചനം സത്യമാണ്, അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ വചനത്താൽ ആകാശം നിർമ്മിക്കപ്പെട്ടു. അവിടുത്തെ കൽപ്പനയാൽ ആകാശഗോളങ്ങളും. അവിടുന്ന് സമുദ്രജലം ഒരുമിച്ച് കൂട്ടി, ആഴങ്ങൾ അവിടുന്ന് കലവറകളിൽ സംഭരിച്ചു. ഭൂമി മുഴുവൻ കർത്താവിനെ ഭയപ്പെടട്ടെ. ഭൂവാസികൾ അവിടുത്തെ മുൻപിൽ ഭയത്തോടെ നിൽക്കട്ടെ. അവിടുന്ന് അരുൾ ചെയ്തു, ലോകം ഉണ്ടായി. അവിടുന്ന് കൽപ്പിച്ചു, അത് സുസ്ഥാപിതമായി. കർത്താവ് ജനതകളുടെ ആലോചനകൾ വ്യർത്ഥമാക്കുന്നു. അവരുടെ പദ്ധതികൾ അവിടുന്ന് തകർക്കുന്നു. കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്. അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു.